ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ എൻവയോൺമെന്റൽ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് MCQs ആണ്. അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷൻ ഈസ് പ്രിലിമിനറി കോസ്ഡ് ബൈ. ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആരാണെന്നാണ്. അതിൽ തന്നെ തന്നിട്ടുണ്ട് സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ഡിപ്ലീഷൻ, ഇൻഡസ്ട്രിയൽ എമിഷൻ, നാച്ചുറൽ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ആൻഡ് ഓസോൺ ലെയർ ഫോർമേഷൻ. അപ്പോൾ ഇത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ ഡിപ്ലീഷൻ നമുക്കത് സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ളത് ഇൻഡസ്ട്രിയൽ എമിഷൻ, നാച്ചുറൽ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ആൻഡ് ഓസോൺ ലെയർ ഫോർമേഷൻ ആണ്. ഇതിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇൻഡസ്ട്രിയൽ എമിഷൻ ആണ്. ഇൻഡസ്ട്രിയൽ എമിഷൻ ആണ് ആൻസർ. കാരണം ഇവിടെ പ്രൈമറി കോസ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രൈമറി കോസ് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് വോൾക്കാനിക് ആക്ടിവിറ്റീസ് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഇൻഡസ്ട്രിയൽ എമിഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The harmful effects of acid rain are mainly due to the presence of. Acid rainന്റെ harmful effect പ്രധാനമായിട്ടും എന്തിന്റെ പ്രസൻസ് കൊണ്ടാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഓക്സൈഡ്സ് ഉണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്സും ഉണ്ട്, അതുപോലെ പാർട്ടിക്കുലേറ്റ് മാറ്ററും ഉണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും നൈട്രജന്റെ ഓക്സൈഡ് ആയാലും സൾഫറിന്റെ ഓക്സൈഡ് ആയാലും അത് എന്തിന് കാരണമാകും? ആസിഡ് റെയിന് കാരണമാകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും ആണ്. സോ ദ ആൻസർ ഈസ് സി, സൾഫർ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിക്കണം. ദ ഹാർംഫുൾ എഫക്ട്സ് എന്ന് പ്രധാനമായിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൾഫറിന്റെ ഓക്സൈഡ്സ് മൂലം ഉണ്ടാകുന്നത് സൾഫ്യൂരിക് ആസിഡ് അഥവാ H2SO4 ആണ്. അതുപോലെ നൈട്രജൻ ഓക്സൈഡ്സ് വാട്ടറിൽ മിക്സ് ആയിട്ട് നൈട്രിക് ആസിഡ് അഥവാ HNO3 ആണ് ഉണ്ടാകുന്നത്. Okay, so these H2SO4 and HNO3, these two acids are strong acids. അപ്പോൾ കൂടുതൽ കൊറോസീവ് പ്രോപ്പർട്ടി കാണിക്കുന്നതും ഇത്തരത്തിലുള്ള ആസിഡ്സ് ആയിരിക്കും. അതുകൊണ്ട് ഹാർംഫുൾ എഫക്റ്റ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് സൾഫറിന്റെയോ നൈട്രജന്റെയോ ഓക്സൈഡ്സ് കാരണമായിരിക്കും. സോ ദ ഓപ്ഷൻ ഈസ് ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following is a greenhouse gas responsible for global warming? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഓക്സിജൻ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ ഇത്രയും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻ നമുക്കറിയാമല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രധാനമായ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: What is the consequence of global warming on sea level? Sea level global warming ന്റെ ഇഫക്റ്റ് എന്താണെന്നാണ്. സോ sea level global warming മൂലം ഒരു ഇൻക്രീസ് ഉണ്ടാവും. sea level ഇൻക്രീസ് ആവും. ഇതിന് കാരണം എന്താണ്? പോളാർ ഐസ് ക്യാപ്സ്. ഈ പോളാർ ഐസ് ക്യാപ്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പോളാർ ഐസ് ക്യാപ്സ് മെൽറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഐസ് ക്യാപ്സ് മെൽറ്റ് ആവുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വാട്ടർ സീയിലോട്ടായിരിക്കും വരിക. അങ്ങനെ സീ ലെവൽ ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഗ്ലോബൽ വാർമിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ സീ ലെവൽ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ആസിഡ് റെയിൻ ഹാസ് ഹാർംഫുൾ ഇഫക്റ്റ് ഓൺ. ആസിഡ് റെയിൻ ഹാർംഫുൾ ആയിട്ട് ബാധിക്കുന്നത് ഏതിനെയാണ്? സോ സോയിൽ ഫെർട്ടിലിറ്റി, ഹ്യൂമൻ ഹെൽത്ത്, അക്വാട്ടിക് ഇക്കോസിസ്റ്റം, ആൾ ഓഫ് ദം. സോ ആസിഡ് റെയിൻ എന്ന് പറയുന്നത് അത് സോയിൽ ഫെർട്ടിലിറ്റിയെ ബാധിക്കും, ഹ്യൂമൻ ഹെൽത്തിനെ അത് ബാധിക്കും, അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെയും ബാധിക്കും, അതിന്റെ pH-നെയൊക്കെ ബാധിക്കും. അപ്പോൾ all of the above നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാം. Okay, acid rain has harmful effect on all of the above: soil fertility, human health and aquatic ecosystem. Okay, so next, which of the following is a classical smoke pollutant എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ സ്മോഗ്, നമുക്കൊരു സ്മോഗ് എന്താണെന്ന് നോക്കാം. സ്മോഗ് എന്താണ്? സ്മോഗ് ഈസ് എ മിക്സ്ചർ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. ഓക്കെ, സ്മോക്കും ഫോഗും ചേർന്നിട്ടുള്ള മിക്സ്ചർ ആണ് ഫോഗ് എന്ന് പറയുന്നത്. ഫോഗ് നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലാസിക്കൽ, രണ്ട് ഫോട്ടോ കെമിക്കൽ. ഓക്കെ, അപ്പൊ ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറയുമ്പോൾ എന്താ? ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറയുമ്പോൾ occurs in cool humid climate. ഓക്കെ, കൂൾ ആയിട്ടുള്ള ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് ക്ലാസിക്കൽ സ്മോഗ് ഉണ്ടാവുന്നത്. അത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നതിന് പ്രധാനപ്പെട്ട കാരണം വെഹിക്കുലാർ എമിഷൻസ്, ഓക്കെ, ഓട്ടോമൊബൈൽ എമിഷൻസ് ഒക്കെ വഴി ഉണ്ടാവുന്ന സൾഫർ ഡൈ ഓക്സൈഡ് ആണ് കാരണം. അപ്പോൾ ഇതിന്റെ ക്ലാസിക്കൽ സ്മോഗിലെ പ്രധാനപ്പെട്ട പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ആൻസർ ആയിട്ട് വരിക സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Photochemical smoke is formed through the reaction of.
അപ്പോൾ ക്ലാസിക്കൽ സ്മോഗ് കഴിഞ്ഞു. ഫോട്ടോ കെമിക്കൽ സ്മോഗിനെ പറ്റിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. എന്താണ്? സൺലൈറ്റ് നമ്മുടെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലും നൈട്രജന്റെ ഓക്സൈഡ്സിലും, ഒന്നും കൂടെ ഞാൻ പറയാം, സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലും അതുപോലെ നൈട്രജന്റെ ഓക്സൈഡ്സിലും, ഞാൻ NOx എന്ന് എഴുതാം, നൈട്രജന്റെ ഓക്സൈഡ്സ്. സോ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും നമ്മുടെ നൈട്രജന്റെ ഓക്സൈഡ്സും ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് വരെ എന്താണ്? ഓപ്ഷനായിട്ട് നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് സൺലൈറ്റ് തന്നിട്ടുണ്ട്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ എന്ന് തന്നിട്ടുണ്ട്, കാർബൺ മോണോക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ എന്ന് തന്നിട്ടുണ്ട്, പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൈട്രജന്റെ ഓക്സൈഡ്സ് ആണ് വരുന്നത്, ഹൈഡ്രോ കാർബൺസും വരും. അപ്പൊ നൈട്രജന്റെ ഓക്സൈഡ്സും ഹൈഡ്രോ കാർബൺസും സൺലൈറ്റും ആണ് പ്രധാനമായിട്ടും ഫോട്ടോ കെമിക്കൽ സ്മോഗിന്റെ റിയാക്ഷൻസിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് നമുക്ക് പറയാം. സോ ദ ആൻസർ ഈസ് നൈട്രജൻ ഓക്സൈഡ്സ് ആൻഡ് സൺലൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ പ്രൈമറി കോസ് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ? ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ പ്രൈമറി കോസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് തന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ എമിഷൻ, വോൾക്കാനിക് ആക്ടിവിറ്റീസ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആൻഡ് ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷന്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. ഓക്കെ, സോ ദിസ് ക്യാൻ ബി ദ ആൻസർ. ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFCs ആണ്. ആ CFCs എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുമ്പോൾ അതിൽ ക്ലോറിൻ ഉണ്ടാവും, കാർബൺ ഉണ്ടാവും ആൻഡ് ഫ്ലൂറിനും ഉണ്ടാവും. സോ ദിസ് ഈസ് CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ത് ചെയ്യുന്നു? അത് ഒരു ക്ലോറിൻ റാഡിക്കലായിട്ടും പ്ലസ് CClF2 ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സോ ഞാനിവിടെ HNu എന്ന് എഴുതാം, HNu ഫോർ സൺലൈറ്റ്. ഓക്കെ, സൺലൈറ്റിനെയാണ് നമ്മൾ HNu എന്ന് സൂചിപ്പിക്കുക. സോ സൺലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ക്ലോറോ ഫ്ലൂറോ കാർബൺ ഒരു ക്ലോറിൻ റാഡിക്കലും CClF2 ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ക്ലോറിൻ റാഡിക്കൽ ഉടനെ എന്ത് ചെയ്യുന്നു? ഓസോണുമായിട്ട്, ഓസോൺ നമുക്കറിയാം, ഓസോൺ എന്ന് പറയുന്നത് O3 ആണ്. സോ ഈ ക്ലോറിൻ റാഡിക്കൽ O3 ആയിട്ട് റിയാക്ട് ചെയ്യുകയും നമുക്ക് ClO പ്ലസ് O2 ഇങ്ങനെ അത് സ്പ്ലിറ്റ് ആവുകയും ചെയ്യുന്നു. ClO ആൻഡ് ഓക്സിജൻ ആയിട്ട് അത് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ClO എന്ന് പറയുന്നത് അവിടെയും ഒരു റിയാക്ടിങ് ആയിട്ടുള്ള അവിടെ ഒരു റാഡിക്കൽ ഫോം ചെയ്യുന്നുണ്ട്. ആ ClO എന്ന് പറയുന്ന റാഡിക്കൽ എന്ത് ചെയ്യുന്നു? മറ്റൊരു ഓക്സിജൻ റാഡിക്കലുമായിട്ട് ഫോം ചെയ്യുകയും അത് Cl പ്ലസ് O2 ആയിട്ട് മാറുകയും Cl പ്ലസ് ഓക്സിജൻ മോളിക്യൂൾ ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, സോ ഇതാണ് അവിടെ വരുന്ന പ്രധാനപ്പെട്ട റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ റിയാക്ഷൻ എന്താ സംഭവിക്കുക? റിയാക്ഷനിൽ സംഭവിക്കുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ത് ചെയ്യുന്നു? അത് ഓസോണിനെ, അതായത് O3 എന്ന ഓസോണിനെ എന്താക്കി മാറ്റുന്നു? ഓക്സിജൻ ആക്കി മാറ്റുന്നു. സോ ഇങ്ങനെ ഓക്സിജൻ ആക്കി മാറ്റുന്നത് വഴി ആ ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ടേം BOD ഇൻ വാട്ടർ പൊല്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ. BOD എന്ന് പറയുന്നത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നമ്മുടെ A ഓപ്ഷനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്താണ് BOD എന്ന് പറയുന്നത്? BOD എന്ന് പറയുമ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് നമ്മൾ ഓർഗാനിക് മെറ്റീരിയൽസ്, ഓർഗാനിക് വേസ്റ്റ്, അതായത് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് വേസ്റ്റ് നമ്മൾ വാട്ടർ ബോഡിയിലോട്ട് ഇടുകയാണെങ്കിൽ അതിനെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് വാട്ടർ ബോഡീസിലുള്ള മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഓക്സിജൻ ആവശ്യമായിട്ട് വരും. സോ അതിന് ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ മുഴുവൻ എന്ത് ചെയ്യുന്നു? ഈ മൈക്രോ ഓർഗാനിസം ഇത്തരത്തിലുള്ള ഡീകമ്പോസിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഡീകമ്പോസിഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ അതുവഴി അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സിനും അനിമൽസിനും അതിലുള്ള ഡിസോൾവ് ഓക്സിജന്റെ ലഭ്യതയിൽ ഒരു കുറവ് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വാട്ടർ പൊല്യൂഷനിൽ വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വാട്ടർ ബോഡീസിലുള്ള ഡിസോൾവ് ഓക്സിജന്റെ അളവ് കുറയ്ക്കും ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ ഡിസോൾവ് ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നത് വഴി അത് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ വളരെ ഹാംഫുൾ ആയിട്ട് ബാധിക്കുകയും ചെയ്യും. സോ ബയോളജിക്കൽ ഓക്സിജൻ demand, it's biological oxygen demand. Option B is the answer. Biological oxygen demand, not the deficiency, it's biological oxygen demand. Okay, option B. Next one, eutrophication is a result of excessive accumulation of. അപ്പോൾ എന്താണ്? അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു ടേം പഠിക്കുകയാണ്, യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നിട്ട് അടുത്തൊരു ടേം പഠിക്കുകയാണ്. സോ എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് നോക്കാം. യൂട്രോഫിക്കേഷൻ എന്താണ്? യൂട്രോഫിക്കേഷൻ നമ്മുടെ എന്താ പറയാ,
ഫാമേഴ്സ് കൂടുതലായിട്ട് ഫോസ്ഫേറ്റ് അടങ്ങിയ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഫോസ്ഫേറ്റ്, ഓക്കെ, അപ്പോൾ ഇവിടുത്തെ താരം ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ് അടങ്ങിയ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ മഴ പെയ്യുന്നത് വഴി അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മാർഗങ്ങളിലൂടെ ഈ ഫോസ്ഫേറ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ വാട്ടർ ബോഡീസിൽ എത്തുകയും വാട്ടർ ബോഡീസിൽ അങ്ങനെ കൂടുതൽ എന്തായാലും ഫെർട്ടിലൈസർ ആണല്ലോ, അപ്പൊ ഇത് വാട്ടർ ബോഡിയിലേക്ക് എത്തുന്നത് വഴി അവിടുത്തെ ആൽഗകളുടെ എന്ത് ചെയ്യുന്നു, വളർച്ച കൂട്ടുകയും ചെയ്യുന്നു. അപ്പൊ വാട്ടർ ബോഡീസിൽ ആൽഗേസിന്റെ വളർച്ച കൂടുന്നത് വഴി എന്താ സംഭവിക്കുക, ഈ ആൽഗേസ് അതിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ മുഴുവൻ എടുക്കും അല്ലെ. അപ്പൊ കൂടുതൽ ഓക്സിജൻ ആർക്ക് വേണം, ഈ ആൽഗേസിന് വേണം. അപ്പോൾ ആ ഓക്സിജൻ ആൽഗേസ് എടുക്കുന്നത് വഴി എന്താ സംഭവിക്കുക, മറ്റ് അക്വാട്ടിക് പ്ലാന്റ്സിനും അനിമൽസിനും ഓക്സിജൻ ലഭിക്കാതെ വരും. സോ ദിസ് ഈസ് ടേംഡ് ആസ് യൂട്രോഫിക്കേഷൻ. അപ്പൊ ഇതാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ യൂട്രോഫിക്കേഷന് പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ്, ഫോസ്ഫറസ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഫോസ്ഫറസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The international standards for drinking water quality are set by. ഡ്രിങ്കിങ് വാട്ടറിന്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. WHO എന്ന് പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, 13ാമത്തെ ചോദ്യം. പോളി ക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ്, നമ്മൾ PCBs എന്ന് പറയും, പോളി ക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് ആർ കോമൺലി ഫൗണ്ട് ഇൻ. എവിടെയാണ് ഈ പോളി ക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് കാണുന്നത് എന്നാണ്. സോ നമുക്ക് ഇത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. പോളി ക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് അഥവാ PCBs എന്ന് പറയുമ്പോൾ ഇത് ഹൈലി കാർസിനോജനിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ട്സിലാണ്. ഈ കപ്പാസിറ്റേഴ്സ് പോലുള്ള പ്രൊഡക്ട്സിലാണ് ഈ പോളി ക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് കാണുന്നത്. സോ എൻവയോൺമെന്റിന് ഇതുകൊണ്ടുള്ള ഇമ്പാക്ട് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യും. ഓക്കെ, പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് നേരെ പോകുന്നത് അറ്റ്മോസ്ഫിയറിലേക്കാണ്. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അപ്പൊ അത് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നു. അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നു, വാട്ടർ കണ്ടാമിനേഷന് സാധ്യതയുണ്ട്. ഈ PCBs വഴി വാട്ടർ കണ്ടാമിനേറ്റഡ് ആവാനായിട്ട് സാധ്യതയുണ്ട്. സോ അതാണ് ഒരു ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, വേപ്പറൈസ് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നു, അവിടെ നിന്ന് പല മാർഗങ്ങളിലൂടെയും ഇത് വാട്ടറിൽ ഡിസോൾവ് ആവുകയും വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. പോളി ക്ലോറിനേറ്റഡ് ബൈഫിനൈൽ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 14ാമത്തെ ചോദ്യം. The ozone layer is mainly present in. ഓസോൺ ലെയർ കാണപ്പെടുന്നത് എവിടെയാണ്, അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ എർത്തിന്റെ ഗ്രൗണ്ട് ലെവൽ തൊട്ട് 10 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ റീജിയനിൽ പരന്നു കിടക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ആ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്, ഓസോൺ ലെയർ കാണപ്പെടുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. 15. Which of the following is a consequence of stratospheric pollution? Stratospheric pollutionന്റെ കോൺസിക്വൻസ് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് കാണപ്പെടുന്നത്, ഓസോൺ ലെയർ കാണപ്പെടുന്നത്. ആ ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷൻ ആണ് പ്രധാനമായിട്ടുള്ള കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ആവും. അപ്പോൾ അതാണ് ആൻസർ. ഓപ്ഷൻ ബി, ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് 16ാമത്തെ ചോദ്യം. ഇതൊരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു അസേർഷൻ തന്നിരിക്കും, അതുപോലെ നമുക്കൊരു റീസണും തന്നിരിക്കും. നമ്മളിത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതിന്റെ ഓപ്ഷൻസ് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ? അസേർഷൻ കറക്റ്റ് ആണോ നോക്കണം, റീസൺ കറക്റ്റ് ആണോ നോക്കണം, അതുപോലെ അസേർഷന്റെ കറക്റ്റ് റീസൺ ആണോ തന്നിരിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ നോക്കണം. സോ ഇതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം അസേർഷൻ വായിക്കുക, അസേർഷൻ വായിച്ച ശേഷം റീസണും വായിക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ശരിയാണോ തെറ്റാണോ. രണ്ടും ശരിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ബിക്കോസ് ചേർത്ത് ഇതിനെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബിക്കോസ് ചേർത്ത് കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ലോജിക്കൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 16. അസേർഷൻ ഞാൻ പറയാം. പ്രൈമറി സോഴ്സ് ഓഫ് ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷൻ ഈസ് നാച്ചുറൽ എമിഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നാച്ചുറൽ എമിഷൻസ് അല്ല. നാച്ചുറൽ എമിഷൻസ് ലൈക്ക് വോൾക്കാനിക് ഇറപ്ഷൻ പോലെ നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള എമിഷൻസ് അല്ല. അത് മുഴുവൻ കോസ് ചെയ്യുന്നത് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് ആണ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്. വെഹിക്കുലാർ എമിഷൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ എമിഷൻ പോലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് അസേർഷൻ തെറ്റാണ്.
റീസൺ എന്താ? ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂട്ട് മിനിമലി ടു ദ ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷൻ. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഈ ട്രോപ്പോസ്ഫിയറിക് പൊല്യൂഷനെ മിനിമൽ ആയിട്ട് മാത്രമേ അഫക്ട് ചെയ്യുന്നുള്ളതാണ്. അത് തെറ്റാണ്. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഇൻഡസ്ട്രിയൽ എമിഷനും വെഹിക്കുലർ എമിഷൻസും തന്നെയാണ്. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ്. ഇതാണ് ആൻസർ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യമില്ല എന്താ ഇത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ അതിന്റെ റീസൺ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നൊന്നും ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17. അസേർഷൻ ഞാനൊന്ന് വായിക്കാം. ഹൈഡ്രോകാർബൺസ് ആർ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഫോർമേഷൻ. റീസൺ ആയിട്ട് വരുന്നത് ഗ്രൗണ്ട് ലെയർ ഓസോൺ ഈസ് ബെനിഫിഷ്യൽ ഫോർ ഹ്യൂമൻ ഹെൽത്ത്. ഇത്രയും തന്നിട്ടുണ്ട്. ഓക്കെ, സോ 17ാമത്തെ ചോദ്യം ഹൈഡ്രോകാർബൺസ് ആർ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദ ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഫോർമേഷൻ എന്നാണ്. അപ്പൊ എന്താ ഈ ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത്? ഓസോൺ നമ്മൾ സാധാരണയായിട്ട് നാച്ചുറലി പ്രൊഡ്യൂസ് ആവുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിലും ഗ്രൗണ്ട് ലെവലിലും ഓസോൺ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, ഓസോൺ നമുക്ക് ആ ഓസോൺ ലെയർ കൊണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ ഓസോൺ വരുന്നത് എന്തല്ല, അത് നല്ലതല്ല. സോ ഓസോൺ ഈസ് എ പൊല്യൂട്ടന്റ്. അത് എർത്ത് ക്രസ്റ്റിലേക്ക് വരുമ്പോൾ, അതായത് നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ ഓസോൺ പൊല്യൂട്ടന്റ് ആണ്. ആ പൊല്യൂട്ടന്റ് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഫോം ചെയ്യുന്നതിനെയാണ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നൈട്രജന്റെ ഓക്സൈഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതെന്താ? നൈട്രജന്റെ ഓക്സൈഡ്സ്, ഞാൻ NO2 നൈട്രജന്റെ ഓക്സൈഡ്സിൽ അത് ലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? അത് നൈട്രജൻ മോണോക്സൈഡും അതൊരു നെയ്സെന്റ് ഓക്സിജനുമായിട്ട് മാറുന്നു. ഓക്കെ, റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു നെയ്സെന്റ് ഓക്സിജനുമായിട്ട് മാറുന്നു. ഈ നെയ്സെന്റ് ഓക്സിജൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? മറ്റൊരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഓസോൺ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, സോ ഇവിടെ ഹൈഡ്രോകാർബൺസ് ആർ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഫോർമേഷൻ എന്ന് പറയുന്നുണ്ട്. സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂട്ടർ ആരാ? അവിടെ നൈട്രജന്റെ ഓക്സൈഡുകളാണ്. സോ അസേർഷൻ ഈസ് റോങ്. 2, റീസൺ ഒന്ന് നോക്കാം. ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഈസ് ബെനിഫിഷ്യൽ ഫോർ ഹ്യൂമൻ ഹെൽത്ത്. അതും തെറ്റാണ്. ഓസോൺ എന്താണ്? ഓസോൺ സ്ട്രാറ്റോസ്ഫിയറിലായിരിക്കുമ്പോൾ മാത്രമേ ഹ്യൂമന് അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ളൂ. കാരണം UV റേഡിയേഷൻസിനെയൊക്കെ അത് പ്രിവെന്റ് ചെയ്യുന്നു. അത് ഗ്രൗണ്ട് ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എ പൊല്യൂട്ടന്റ്. സോ ഇവിടെയും എന്താണ്? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെയും ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഇതാണ്: കാർബൺ മോണോക്സൈഡ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ്. കാർബൺ മോണോക്സൈഡ് ആണ് തന്നിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്നാണ് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് ഈസ് എ മേജർ കോൺട്രിബ്യൂട്ടർ ടു ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അപ്പോൾ അതാണ് റീസൺ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ആണോ? ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ? എന്താണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുമ്പോൾ? ഇത് നമ്മുടെ എർത്തിന്റെ സർഫസ് ആണ്, ഗ്രൗണ്ട് ലെവൽ ആണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണെന്ന് വിചാരിക്കുക. സോ സണ്ണിൽ നിന്നുള്ള സോളാർ റേഡിയേഷൻസ് തീർച്ചയായിട്ടും എർത്തിലേക്ക് വരും. അതിനുശേഷം എർത്തിൽ നിന്ന് അത് റേഡിയേഷൻസ് വഴി തിരികെ പോവുകയും ചെയ്യും. അതാണ് നോർമലി നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താ ചെയ്യുന്നത്? ഈ തിരിച്ചു പോകുന്ന റേഡിയേഷൻസിനെ ട്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, തിരിച്ചു പോകുന്ന റേഡിയേഷൻസിനെ ട്രാപ്പ് ചെയ്യുന്നത് വഴി നമ്മുടെ എർത്ത് ക്രസ്റ്റിൽ എന്ത് ചെയ്യുന്നു? എർത്ത് ക്രസ്റ്റിന്റെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചർ കൂടുന്നത് വഴി ഗ്ലോബൽ വാർമിങ്ങിന് അത് കാരണമാവുകയും ചെയ്യുന്നു. സോ ഇതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് വരില്ല. അതുപോലെ മേജർ കോൺട്രിബ്യൂട്ടർ ടു ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കാർബൺ മോണോക്സൈഡ് അല്ല. ഓക്കെ, സോ 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ എന്ത് പറയാൻ പറ്റും? ആൻസർ D ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. കാർബൺ മോണോക്സൈഡ് അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വന്നിരുന്നെങ്കിൽ ഇവിടെ അത് കറക്റ്റ് ആവുമായിരുന്നു. പ്രധാനപ്പെട്ട ആളാരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസേർഷൻ ഇതാണ്: ഗ്ലോബൽ വാർമിംഗ് ലീഡ്സ് ടു ദ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ്. ഓക്കെ, അതിന്റെ റീസൺ പറയുന്നു ഗ്രീൻ ഹൗസ് ഗ്യാസസ് ട്രാപ്പ് ഹീറ്റ് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ അസേർഷനും റീസണും നോക്കാം. ഗ്ലോബൽ വാർമിംഗ് ലീഡ്സ് ടു ദ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ഗ്ലോബൽ വാർമിംഗ് കാരണം, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? അലാമിംഗ് ആയിട്ട് ഇൻക്രീസ് ആവുന്നു. ഗ്ലോബൽ വാർമിംഗ് അതെന്ത് ചെയ്യുന്നു? പോളാർ ഐസ് ക്യാപ്സ് മെൽറ്റ് ആവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ അത് കറക്റ്റ് ആണ്. റീസണോ? ഗ്രീൻ ഹൗസ് ഗ്യാസ് ട്രാപ്പ് ഹീറ്റ് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഹീറ്റിനെ ട്രാപ്പ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ രണ്ടും കറക്റ്റ് തന്നെ. രണ്ടും കറക്റ്റ് ആണെങ്കിൽ ഇനി നമ്മൾ നോക്കേണ്ടത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസൺ എന്നാണ്. ഓക്കെ, അത് നമുക്കൊരു ബിക്കോസ് ചേർത്ത് പറഞ്ഞു നോക്കാം ആ ഒരു സെന്റൻസിനെ. ഗ്ലോബൽ വാർമിംഗ് ലീഡ്സ് ടു ദ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ് ബിക്കോസ്
ഗ്രീൻ ഹൗസ് ഗ്യാസസ് ട്രാപ്പ് ഹീറ്റ് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഹീറ്റിനെ ട്രാപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഹീറ്റ് കൂടുന്നതും ഐസ് ക്യാപ്സ് മെൽറ്റ് ആവുന്നതും അല്ലേ. സോ ഇതാണ് സീ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. സോ ഇവിടെ എന്താണ്, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ആൻസർ എന്താണ്, ആൻസർ എ. 19th ക്വസ്റ്റ്യൻ എ ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20. അസേർഷൻ ക്ലാസിക്കൽ സ്മോഗ് ഈസ് മെയിൻലി ഫോം ഡ്യൂ ടു വെഹിക്കുലർ എമിഷൻ എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആണ്, കാരണം നമ്മൾ ഇതേ സെന്റൻസ് മറ്റൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ക്ലാസിക്കൽ സ്മോഗ് പ്രധാനമായിട്ടും വെഹിക്കുലർ എമിഷൻസ് വഴിയാണ് ഉണ്ടാവുന്നത്. അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഡസ് നോട്ട് പോസ് എനി ഹെൽത്ത് റിസ്ക്. ഫോട്ടോകെമിക്കൽ സ്മോഗ് കൊണ്ട് നമുക്ക് യാതൊരു ഹെൽത്ത് റിസ്ക്കും ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. കാരണം ഫോട്ടോകെമിക്കൽ സ്മോഗ് കൊണ്ടിട്ട് നമുക്ക് കഫ്, അതുപോലെ ബ്രോങ്കൈറ്റിസ്, മറ്റ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എല്ലാം ഫോട്ടോകെമിക്കൽ സ്മോഗ് കൊണ്ട് നമുക്ക് ഉണ്ടാകും. സോ റീസൺ തെറ്റാണ്. പക്ഷെ അസേർഷൻ കറക്റ്റ് അല്ലേ? അപ്പൊ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ ഏതാ? അസേർഷൻ ഈസ് ട്രൂ ബട്ട് ദ റീസൺ ഈസ് ഫോൾസ്. അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷെ റീസൺ എന്താണ്? തെറ്റാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21. അതും ഒരു അസേർഷൻ റീസൺ ടൈപ്പ് തന്നെയാണ്. അസേർഷൻ ഇതാണ്, BOD എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. സോ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈസ് ദ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ മൈക്രോ ഓർഗാനിസം ടു ഡീകമ്പോസ് ഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ. അത് കറക്റ്റ് ആണ്. വാട്ടറിലെ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ അതിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസത്തിന് എത്രത്തോളം ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നു, ആ ഓക്സിജന്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ ഒന്ന് നോക്കാം. ഹൈ BOD ലെവൽ ഇൻഡിക്കേറ്റ്സ് ഗുഡ് വാട്ടർ ക്വാളിറ്റി. അത് ശരിയാണോ? BOD ലെവൽ കൂടുകയാണെന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അതിന് കൂടുതൽ ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ട്, ഓർഗാനിക് വേസ്റ്റ് അതിന് കൂടുതലുണ്ട്. സോ അത്രയും ഓർഗാനിക് വേസ്റ്റിനെയും ഡീകമ്പോസ് ചെയ്യാനായിട്ട് അത്രയും മൈക്രോ ഓർഗാനിസവും അതിന് അത്രയും ഓക്സിജന്റെയും ആവശ്യമുണ്ട്. സോ ആ ഓക്സിജൻ എല്ലാം എന്ത് ഡീകമ്പോസിഷന് വേണ്ടി മാത്രം ചിലവാകും. അപ്പോൾ വാട്ടറിൽ ജീവിക്കുന്ന മറ്റ് അക്വാട്ടിക് പ്ലാന്റ്സിനും അനിമൽസിനും ഓക്സിജൻ ലഭിക്കാതെ വരും. ഓക്കെ, സോ ഹൈ BOD എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റിനെ ഗുഡായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. സോ അത് തെറ്റാണ്, റീസൺ തെറ്റാണ്. അസേർഷൻ പക്ഷേ കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയാം? ഓപ്ഷൻ സി, അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ തെറ്റാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following reaction contribute to the formation of ground level ozone in photochemical smoke? Okay, അപ്പോൾ ഗ്രൗണ്ട് ലെവൽ ഓസോൺ ഉണ്ടാവാനായിട്ട് ഫോട്ടോകെമിക്കൽ സ്മോഗിലെ ഏതാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്, പ്രധാന പങ്ക് വഹിക്കുന്നതെന്നാണ്. സോ ആ റിയാക്ഷൻ നമ്മൾ നേരത്തെ എഴുതിയതാണ്. എന്താണ്? നൈട്രജൻ, അതിന്റെ നൈട്രജൻ ഡയോക്സൈഡ്സ് എന്ത് ചെയ്യുന്നു? ലൈറ്റിന്റെ പ്രസൻസിൽ നൈട്രജൻ മോണോക്സൈഡും ഒരു നേസന്റ് ഓക്സിജനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ നേസന്റ് ഓക്സിജൻ ആണ് അടുത്ത ഓക്സിജനുമായിട്ട്, മോളിക്കുലർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓസോൺ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. NO2 പ്ലസ് UV ലൈറ്റ് ഗീവ്സ് NO+O എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് പെറോക്സിഅസെറ്റൈൽ നൈട്രേറ്റ് PAN ഇൻ ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്നാണ്. സോ ഫോട്ടോകെമിക്കൽ സ്മോഗ് വഴി ഉണ്ടാകുന്ന ഒരു അക്രോലിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, അക്രോലിൻ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, അത് ലൈറ്റിന്റെ പ്രസൻസിൽ രൂപപ്പെടുന്ന മറ്റൊരു കോമ്പൗണ്ട് ആണ് പെറോക്സിഅസെറ്റൈൽ നൈട്രേറ്റ് എന്ന് പറയുന്ന PAN. അപ്പോൾ അതും ഒരു പൊല്യൂട്ടന്റ് ആണ്. അതിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇറ്റ് കാറ്റലൈസസ് ദ ഓസോൺ ഫോർമേഷൻ. ഗ്രൗണ്ട് ലെവൽ ഓസോണിന്റെ ഫോർമേഷനെ കാറ്റലൈസ് ചെയ്യും ആര്? ഈ പെറോക്സിഅസെറ്റൈൽ നൈട്രേറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ആൻസർ. ഓപ്ഷൻ എ, കാറ്റലിസ്റ്റ് ഫോർ. അപ്പോൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റിയാക്ഷന്റെ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്നതിന് എന്തും നമുക്ക് കാറ്റലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഓസോൺ ഫോം ചെയ്യുന്ന ആ ഒരു റിയാക്ഷന്റെ റേറ്റ് കൂട്ടുക എന്നാണ് അർത്ഥം. സോ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 24. Which pollutant is responsible for the characteristic brown color of photochemical smoke? ഫോട്ടോകെമിക്കൽ സ്മോക്കിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ് ആരാ? അത് നമ്മുടെ നൈട്രജന്റെ ഓക്സൈഡ്സ് അല്ലേ? അപ്പോൾ ഈ നൈട്രജന്റെ ഓക്സൈഡ്സ് തന്നെയാണ് അതിന്റെ ബ്രൗൺ കളറിന് കാരണം. അപ്പോൾ ഈ ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറയുമ്പോഴേ അത് നമ്മുടെ വിസിബിലിറ്റി അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഫോട്ടോകെമിക്കൽ സ്മോഗ് കുറച്ചുകൂടെ സിവിയർ ആണ്, അതിനൊരു ബ്രൗൺ കളർ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മുടെ വിസിബിലിറ്റിയെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ബ്രൗൺ കളറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത് നൈട്രജൻ ഡയോക്സൈഡ് ആണ്. NO2 എന്ന് പറയുന്ന നൈട്രജൻ ഡയോക്സൈഡ് ആണ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഫോളോയിങ്
എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ആസിഡ് റെയിൻ. ആസിഡ് റെയിനുമായിട്ട് ഒരു ബന്ധമില്ലാത്തത് ഏതാണ്? നമുക്ക് സോയിൽ അസിഡിഫിക്കേഷൻ ആസിഡ് റെയിനുമായിട്ട് വരും. സോയിൽ എന്ത് ചെയ്യുന്നു? സോയിലിന്റെ ഫെർട്ടിലിറ്റി അത് ബാധിക്കും. സോ അത് കറക്റ്റ് ആണ്. യൂട്രോഫിക്കേഷൻ നമുക്ക് നോക്കാം. കൊറോഷൻ ഓഫ് ബിൽഡിംഗ്സ് ആൻഡ് മോണ്യുമെന്റ്സ്. നമ്മുടെ താജ്മഹലിന്റെ കാര്യം അവിടെ നമ്മൾ ആസിഡ് റെയിൻ പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ്. അത്തരത്തിലുള്ള മോണ്യുമെന്റ്സിന്റെയും ബിൽഡിംഗ്സിന്റെ എല്ലാം കൊറോഷൻ ആസിഡ് റെയിൻ വഴി ഉണ്ടാവും. അത് കറക്റ്റ് ആണ്. ഡിക്ലൈൻ ഇൻ ഫിഷ് പോപ്പുലേഷൻ. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിന്റെ pH വേരിയേഷൻ വരുന്നത് വഴി ഫിഷ് പോപ്പുലേഷനെയും അത് കാര്യമായിട്ട് ബാധിക്കും. സോ ഇത്രയും കറക്റ്റ് ആണ്. അപ്പോൾ അതിൽ തെറ്റായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. യൂട്രോഫിക്കേഷൻ ഓഫ് വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡീസിന്റെ യൂട്രോഫിക്കേഷന് കാരണം നമ്മുടെ ആസിഡ് റെയിൻ അല്ല, നമ്മൾ എക്സസീവ് ആയിട്ട് ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന വഴിയാണ് വാട്ടർ ബോഡീസിന്റെ യൂട്രോഫിക്കേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു സോ മച്ച്.